നമ്മുടെ പുലിവാൽ കല്യാണം സിനിമയിൽ നമ്മുടെ സലീം കുമാർ പറഞ്ഞ പോലെ അവസാനം കുറ്റസമ്മതം നടത്തിയല്ലേ. അപ്പൊ വേറൊന്നുമല്ല, പരിഷ്കാരങ്ങൾ 8 നിലയിൽ പൊട്ടിയെന്ന് കേരള PSC തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും PSCയുടെ പരീക്ഷാ രീതികൾ പൊളിച്ചെഴുതാനായിട്ടാണ് തീരുമാനം വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ മാധ്യമം എന്ന് പറയുന്ന പത്രമാധ്യമത്തിനകത്ത് വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ ഇത് ശരിയാവാനാണ് സാധ്യത. ശരിയാവട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കാര്യം എന്തെന്ന് വെച്ചാൽ LGS, LDC, CPO, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തസ്തികകളെ പൊതുപരീക്ഷയിൽ നിന്ന് ഒഴിവാക്കും. തസ്തികയുടെ സ്വഭാവം നോക്കി മാത്രം പ്രാഥമിക പരീക്ഷ. വളരെ നല്ലൊരു വാർത്ത തന്നെയാണ്. കാര്യം ഒരുപാട് ഉദ്യോഗാർത്ഥികളെ ഇത്രയും അധികം വിഷമിപ്പിച്ച മറ്റൊരു പരിഷ്കാരം ഇതുവരെ കേരള PSCയിൽ വന്നിട്ടില്ല. എന്ത് തന്നെയായാലും പുതിയ ചെയർമാൻ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരുടെ തലയിൽ ഒരു പൊൻതൂവലായിരിക്കും ഈ ഒരു പരിപാടി. വേറൊന്നുമല്ല, CPO പരീക്ഷയുടെ പ്രാഥമിക പരീക്ഷ മാറ്റാൻ പോകുന്നുവെന്ന് ഓൾറെഡി നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ അതിന്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ഏകദേശമായിട്ടുണ്ട്. കാര്യം കഴിഞ്ഞ 10th ലെവൽ പ്രിലിംസ് എന്ന് പറയുന്നത് ലോക പരാജയമായിരുന്നു. ഇപ്പോൾ നടക്കാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് അതിനേക്കാളും വലിയ പരാജയമാണ്. കാര്യം കഴിഞ്ഞ പ്രിലിംസിൽ 5th ഫേസ് എഴുതിയവരൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗതി പരഗതി ഇല്ലാതെ നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ബാക്കിയുള്ള പിള്ളേരെല്ലാം അല്ലെങ്കിൽ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ ബാക്കി ഫേസുകാരൊക്കെ പരീക്ഷ എഴുതാൻ പോയപ്പോഴത്തേക്കും 3ാം ഫേസും 5ാം ഫേസും ഒക്കെ പരീക്ഷ എഴുതിയവര് വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത്. കാര്യം ഫസ്റ്റ് ഫേസിൽ നിന്നൊക്കെ എടുത്തതിന്റെ പകുതി ആൾക്കാരെയൊക്കെ മാത്രമാണ് നമ്മുടെ 5ാം ഫേസിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിന്റെ അവസ്ഥ. ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും തമ്മിൽ ആനയും ആട്ടിൻകുട്ടിയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. എന്നിട്ടും പല തൊഴിൽ മാധ്യമങ്ങളും എന്ത് ചെയ്തു, കട്ട് ഓഫ് 60ഉം 70ഉം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രഡിക്ഷൻസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ എന്ത് തന്നെയായാലും ഈ ഒരു പരിപാടി അല്ലെങ്കിൽ പ്രിലിംസ് പരീക്ഷ പല തസ്തികകളിൽ നിന്നും ഒഴിവാക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് പല ഉദ്യോഗാർത്ഥികൾക്കും ഒരു ആശ്വാസജനകമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ വാർത്ത ഒന്ന് വായിച്ചു തന്നെ നോക്കാം. പരിഷ്കാരങ്ങൾ പാളിയതോടുകൂടി നിലവിലത്തെ പരീക്ഷാ രീതിയിൽ കാതലായിട്ടുള്ള മാറ്റം കൊണ്ടുവരാനാണ് കേരള PSC അല്ലെങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരുങ്ങുന്നത്. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്ന തസ്തികകളെ അടുത്ത വർഷം മുതൽ പൊതുപരീക്ഷകളിൽ നിന്ന് ഒഴിവാക്കി പ്രത്യേകം നടത്താനും തസ്തികകളുടെ സ്വഭാവം കണക്കിലെടുത്ത് മാത്രം പ്രാഥമിക പരീക്ഷ നടത്താനുമാണ് കേരള PSCയുടെ ഇപ്പോഴത്തെ നിലവിലത്തെ തീരുമാനം എന്ന് പറയുന്നത്. നിലവിലെ പരീക്ഷാ പരിഷ്കരണം ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ PSCക്കും ഒരുപോലെ തലവേദന ആയതോടുകൂടിയാണ്. നിങ്ങൾക്കല്ല തലവേദന, PSC നിങ്ങൾക്കല്ല തലവേദന, നമുക്കാണ് തലവേദന ആയതോടുകൂടിയാണ് എന്താണ് ഈ ഒരു SSLC, ഹയർ സെക്കൻഡറി, ബിരുദം എന്നീ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പൊതുപരീക്ഷകളുടെ തസ്തികയുടെ എണ്ണം കുറയ്ക്കാനും ലക്ഷങ്ങൾ അപേക്ഷകരായിട്ടുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്, LD ക്ലർക്ക്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തുടങ്ങിയ പ്രത്യേക പരീക്ഷകൾക്ക് പ്രത്യേകം പരീക്ഷ നടത്താനും ഇപ്പോൾ കേരള PSC തീരുമാനിച്ചിട്ടുള്ളത്. അപേക്ഷകരെ കുറച്ച് വേഗത്തിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുൻ ചെയർമാൻ MK സക്കീർ എന്ത് ചെയ്യുന്നത്, നമ്മുടെ UPSC മാതൃകയിൽ പരീക്ഷകള് PSCയിൽ 2 ഘട്ടമാക്കിയത്. എന്നാൽ എന്റെ പൊന്ന് സാറേ, ഇനി ദ്രോഹിക്കരുത്. ഇനി വരുന്ന എല്ലാവരുടെ കൂടി പറയുന്നതാണ്, ദയവ് ചെയ്ത് നിങ്ങളുടെ പരിഷ്കാരങ്ങൾ എടുത്തിട്ട് കളിക്കാനുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് ആക്കി മാറ്റരുത് കുട്ടികൾ. കേട്ടല്ലോ, ഇത് കുട്ടികളല്ല, +2ഉം ഹയർ സെക്കൻഡറിയും ഡിഗ്രിയൊന്നും പഠിക്കുന്ന കുട്ടികളല്ല, ജീവിത മാർഗത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്ന PSC ഉദ്യോഗാർത്ഥികളാണ്. ദയവ് ചെയ്ത് നിങ്ങളുടെ തുഗ്ലക്ക് പരിഷ്കാരങ്ങൾ നടത്താനുള്ള ഒരു വിളനിലമാക്കി മാറ്റരുത് ഈ ഉദ്യോഗാർത്ഥികളുടെ നെഞ്ച്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അതുപോലെ തന്നെ 1 വർഷം കാലാവധിയുള്ള യൂണിഫോം റാങ്ക് ലിസ്റ്റുകൾക്ക് 2 ഘട്ട പരീക്ഷ നടപ്പിലാക്കുന്നതിലെ അശാസ്ത്രീയത ബോധ്യപ്പെട്ടതിനെ തുടർന്നുകൊണ്ടാണ് സിവിൽ പോലീസ് ഓഫീസർ അടക്കമുള്ള ചില തസ്തികകളുടെ പ്രാഥമിക പരീക്ഷ PSC ഒഴിവാക്കിയിരുന്നത്. അപ്പോ എന്തൊക്കെ പൊട്ടത്തരമാണ് കഴിഞ്ഞ ചെയർമാൻ വിളിച്ചു പറഞ്ഞത്, ദൈവമേ, ആലോചിക്കാൻ കൂടി വയ്യ. ഇപ്പൊ അങ്ങ് എല്ലാം സുതാര്യമാക്കുന്നു, എല്ലാം പെട്ടെന്ന് നടക്കുന്നു, നമ്മുടെ വന്ദേ ഭാരതിനേക്കാളും സ്പീഡിൽ കാര്യങ്ങൾ നടക്കുന്നു. എന്തെല്ലാം വിളിച്ചു കൂവിക്കൊണ്ടാണ് ഈ ഒരു പ്രിലിംസ് എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു കടമ്പ എടുത്ത് വച്ചു തന്നത്. എത്ര വർഷമാണ് പിള്ളേരുടെ എത്ര വർഷം പോയെന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും മാറ്റാൻ തോന്നിയ ഒരു മനസ്സ് തന്നെ വലിയ കാര്യമാണ്. എന്തായാലും ഇങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ ഒരു കാര്യം പ്രാബല്യത്തിൽ വന്നാൽ MR ബൈജു സാറിനെ പൂവിട്ട് പൂജിക്കേണ്ടി വരും. അടുത്ത് നമുക്ക് നോക്കാം. അപേക്ഷകരുടെ എണ്ണം കുറവായതിനെ തുടർന്നുകൊണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കും അതുപോലെ തന്നെ തിയേറ്റർ മെക്കാനിക്ക്, പട്ടികജാതി ഒന്നും വേണ്ട, എന്തായാലും തസ്തികകളുടെ സവിശേഷത നോക്കിയാകും പ്രാഥമിക പരീക്ഷകളുടെ കാര്യത്തിൽ നമ്മുടെ PSC തീരുമാനമെടുക്കുക. ലാസ്റ്റ് ഗ്രേഡ് സർവന്റിന് പ്രാഥമിക പരീക്ഷ ഒഴിവാക്കി ഒറ്റ പരീക്ഷ വേണമെന്നുള്ള കമ്മീഷനിൽ അഭിപ്രായമുണ്ട്. എന്നാൽ LD ക്ലർക്ക്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള തസ്തികകൾക്ക് പ്രത്യേകമായി 2 ഘട്ട പരീക്ഷ തന്നെ തുടർന്നേക്കാം കേട്ടോ. അപ്പൊ എന്തായാലും പ്രിലിംസ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടി മാറ്റിക്കൊണ്ട് ചിലപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ മാത്രം ഒരു
പ്രിലിംസും മാത്രം ഒരു മെയിൻസും ഉണ്ടാവും. എന്നാലും കോമൺ പ്രിലിംസ് കോമൺ മെയിൻസ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടി നിർത്താനാണ് ഇപ്പൊ നിലവിലെ PSCയുടെ തീരുമാനം വന്നിട്ടുള്ളത്. അപ്പൊ 100-ൽ പരം റാങ്ക് ലിസ്റ്റുകളിൽ ഒരേ ആൾക്കാർ, അവിടെ തന്നെ ഒരുപാട് NJD ഒഴിവുകളും കാര്യങ്ങളും വരും, പിന്നെ ഡിലീഷൻ ഒരുപാട് വിളി വരും. എന്തിനാണ് ഇങ്ങനത്തെ പരിപാടികൾ? എന്ത് തന്നെയായാലും ഈ ഒരു തീരുമാനം കേരള PSC കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ നിലവിലത്തെ ചെയർമാനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു ഫ്ലെക്സ് അടിച്ച് നമുക്ക് പൂജിക്കേണ്ടി വരും. കാര്യം ഒരുപാട് പിള്ളേരുടെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഒക്കെ കളഞ്ഞ ഒരു വേൾഡ് പരാജയമാണ്, അല്ലെങ്കിൽ തുഗ്ലക് പരാജയത്തിന്റെ സെക്കൻഡ് പാർട്ടാണ്. 21st തുഗ്ലക് പരാജയമാണ്, അല്ലെങ്കിൽ തുഗ്ലക് പരിഷ്കാരമാണ് ഈ ഒരു ഡിഗ്രി നമ്മുടെ ഈ ഒരു കേരള PSCയിൽ നടത്തിയിട്ടുണ്ടായിരുന്ന ഈ ഒരു പ്രിലിംസ് എന്ന് പറയുന്ന ഈ ഒരു പൊട്ട പരിഷ്കാരം. എന്ത് തന്നെയായാലും ഈ ഒരു പരിപാടി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഹാറ്റ്സ് ഓഫ്. അപ്പൊ എന്തായാലും ഈ ഒരു വാർത്ത നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. അതുകൊണ്ട് തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് മുന്നിൽ ഒരു തെളിവ് വേണം. അപ്പോൾ നമ്മുടെ ഒരു ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് കിടന്നിട്ടുണ്ടായിരുന്ന ഒരു വാർത്തയാണ്, നമ്മുടെ മാധ്യമം എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിന്റെ ഒരു കട്ടിംഗ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു വാർത്ത നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു വിവരം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് കൂടി രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. CPOയുടെ ക്ലാസ്സുകൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഫ്രീ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു പൊട്ട പരിഷ്കാരം മാറ്റിയതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.